എന്താ എന്താണ് എന്തായത് ഒന്ന് പറയണോ എന്താ എന്താണ് എന്താ നിങ്ങൾ ആരാണ്? കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റ ഒരുത്തനാ ഇത് മുഴുവൻ വരുത്തി വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവ എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനൊന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിച്ചു. അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിം ബായുടെ എരികളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവ്, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേനോട് പറഞ്ഞിരുന്നല്ലോ. ഓനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സുഖിച്ച് നടക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു. ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലം എന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചിയും മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇരുന്ന പനിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനമുണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാർ മര്യാദ? ഗുഡ് നൈറ്റ്. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട. നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം. ഇല്ല ബാപ്പ, കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കുന്നത് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിം ബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോകല്ലേ? അല്ല, എന്റെ തലയെ മുട്ടയടിച്ച് വീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയില്ലല്ലോ. ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാൻ അല്ല, നിങ്ങൾ പിടിച്ചുകൊണ്ടായ കാസിംബായുടെ കയ്യിൽ കൊടുത്തുള്ള വിവരം പറഞ്ഞ് ഞങ്ങളുടെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വല്ല മാർഗമുണ്ടെന്ന് ആലോചിക്കുക. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദിനെ വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും ഒരു അബദ്ധം പറ്റി പറയാ മതി. അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാദിയുണ്ട്. ഇലക്ട്രിക് കംസ. ഭയങ്കര കാതയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ഡാ പഠിക്കാതെ പോടാ. പടച്ചോനാണ് വീട്. സത്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്നത് അതെന്താ? നമ്മളെ വിളിച്ചയാൾ വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്.
എന്താണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി വിളിച്ചു പോടാം. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിച്ചിടാം. കൂട്ടായി ഇതാണ് ഇലക്ട്രിക് എന്നിട്ടാണ് ഇരിക്കുന്നത്. നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹാളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകടാ? അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. അതെ, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിം ഭായി വന്നതെന്നാ ഞാനത്. അതെ, നീ ഒരു കാര്യം ചെയ്യും, നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിം ഭായിയോടുള്ള വിവരം പറഞ്ഞാ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിം ഭായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തന്നെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതെ. അതോ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പുറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേരരിക്കും, എന്നിട്ട് കണ്ട മണാകുണാറ്റന്മാരുടെ കൂടെ കഴുത്തിയാ കത്തിക്കും. എങ്ങനെ സ്വാമിയിരുന്നു നിനക്ക്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ട അച്ഛനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा के चोटे की तरह कभी अहम कभी तो अहम। और कटिल हमने किया उसकी सजा मेरा बब्बती मुझे फिरते तो नीलों के और तकिया के। 20 साल के बाद एक गांधी शब्द जयंती के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त बिना किसी सपने से मैं अकेला रह गया। और कटिल हमने किया उसकी सजा मेरा बब्बती। മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ
കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവോ? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നതാ. എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറയുന്നത്? പ്രോഗ്രാം നടത്തണ്ടെന്നാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി വേണ്ട, കൊള്ളണ്ട, ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസാണ് പ്രശ്നം, എല്ലാവരുടെ കാശാണ് പ്രശ്നം. അതെ. നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക വന്നേ, വാ. നീ എന്താ ഈ ഒളിഞ്ഞു നോക്കുന്നേ? കാസിം ഭയ അവിടെ ഇരിപ്പുണ്ടാ നോക്കിയതാണ്. അതെന്തൊക്കെ കാശും പോയാൽ കണ്ടാലറിയോ? കണ്ടാലറിയില്ല, പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയും. നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാര് വിചാരിച്ചത്. തറക്കണ്ടത്തിനെ നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ. തറ പറ്റിച്ചേ, തറ പറ്റിച്ചേ, കലാദർശനെ തറ പറ്റിച്ചേ. പൊട്ടിച്ചേ പൊട്ടിച്ചേ. ചവിട്ടി വിറ, അവന്മാരെ ശരിക്കൊരു പാഠം. പിന്നെ ആ പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ. അവന്മാരുടെ വണ്ടിയില്ലേ? നോക്ക്, അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കലാദർശനെ കെട്ടുകെട്ടിച്ചേ, 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 കലാദർശനെ കെട്ടുകെട്ടിച്ചേ. എന്തൊരു വിശപ്പ് ഉണ്ണി. ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ട് തരൂ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നാ. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം തിന്നണം ഒറ്റ വിചാരമേ ഉള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണമുണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. ആ വെളിയിൽ ഇറങ്ങട്ടെ. പല സന്ധ്യക്ക് പറഞ്ഞ നിഷേധി, നീ മറ്റാളത്തോട് വേണ പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ട, ഒന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ ഹലോ, കലാദർശന. ഓ അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനൽ ലോറി കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയെന്ന് ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയെന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ വിശേഷിച്ച് സ്തുതിയായിരിക്കട്ടെ അച്ചോ.
ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ രണ്ട് സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞ എന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. എടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ കൈ ഒടിഞ്ഞിടാ, കൈ ഒടിഞ്ഞു. പിന്നെ മങ്ങ കുരിക്ക്. കർത്താവേ, ഒന്ന് പതുക്കനെ കിടത്തടാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലായി എന്റെ സ്ഥിതി. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാം? എടാ, പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചാ. ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീടാ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രിയാകണ്ടെന്ന് ഞാനിത് നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തെളിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ്, അങ്ങനെ നോവും വഴിയിൽ. പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവനാ ഹിന്ദി പറയുന്നത് കേട്ട ഒരുപക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രോപ്പ് നടത്തിയ ഞാൻ RIP ആയിപ്പോവും. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുകയായിരുന്നു. സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായി സിന്ദാബാദ്. ഈശോ